പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം തരം വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പക്ഷി ഔർ ദീമക് എന്ന് പറയുന്ന പാഠത്തിലെ ക്ലാസ് ടെസ്റ്റാണ് ഇവിടെ പറയുന്നത്. പക്ഷി ഔർ ദീമക് കൈസി രചന ഹേ. പക്ഷി ഔർ ദീമക് എന്ന് പറയുന്നത് എങ്ങനെയുള്ള രചനയാണ്? അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? പക്ഷി ഔർ ദീമക് ഏക്ക് കഹാനി ഹേ. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ കഹാനി എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷി ഔർ ദീമക് രചയിത കോൻ ഹെ? അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരുടെ കൊടുത്തിട്ടുണ്ട്. ഗജാനൻ മാധവ് മുക്തിബോധ്. അല്ലെങ്കിൽ നമുക്ക് മുക്തിബോധ് എന്ന് മാത്രം എഴുതിയാലും മതി. മുക്തിബോധ്. മുഴുവൻ പേര് ഗജാനൻ മാധവ് മുക്തിബോധ്. പക്ഷി ഔർ ദീമക് രചയിത കോൻ ഹെ? മുക്തിബോധ്. ഉസ്നെ മേ നിഹിത് സർവനാം ക്യാ ഹെ? ഉസ്നെ എന്നുള്ള വാക്കിലെ സർവനാമം ഏതാണ്? അപ്പോൾ നമ്മൾ ഉസ്നെ എന്നുള്ളതിനെ പിരിച്ചെഴുതുമ്പം നമുക്ക് കിട്ടുന്ന വാക്ക് വഹ് പിന്നെ പ്ലസ് നെ. വഹ് പ്ലസ് നെ ആണ് ഉസ്നെ. അപ്പോൾ ഉസ്നെ എന്നുള്ളതിലെ സർവനാമം വഹും പ്രത്യയം നേയും. അപ്പോൾ ഈ വഹ് ആണ് ഉത്തരം. അപ്പോൾ ഉസ്നെ എന്നുള്ളതിൽ നിഹിത്ത് അടങ്ങിയിരിക്കുന്ന സർവനാമം വഹ്. ഇനി ഘന ജംഗൽ മേ വിശേഷൺ ക്യാ ഹേ? ഇടതൂർന്ന കാട്, കൊടും കാട് എന്നുള്ളതിലെ ആ ജംഗൽ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഘന എന്നുള്ള വാക്കുകൊണ്ടാണ്. അപ്പോൾ വിശേഷൺ ശബ്ദ് ഘന. ഇനി സഹി മിലാൻ കരേ. नौजवान पक्षी ने ज़मीन पर ऊंचाई पर उड़ने वाली पक्षी की गाड़ी वाला चिल्लाकर कहता है. नौजवान पक्षी. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് नौजवान पक्षी ने ज़मीन पर चलती हुई एक बैलगाड़ी को देखा. അല്ലേ? നൗജവാൻ പക്ഷി ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു കാളവണ്ടി കണ്ടു. അപ്പോൾ നമുക്കിവിടെ എഴുതണം. പേസ്റ്റ്. नौजवान पक्षी ने ज़मीन पर चलती हुई एक बैलगाड़ी को देखा. ऊंचाई पर उड़ने वाली पक्षी की निगाहें बड़ी तेज थी. അപ്പോൾ ഇത് ഉത്തരമാണ് എഴുതുന്നത്. നമ്മൾ നേർക്ക് നേരെയാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ഉത്തരം എഴുതേണ്ടത്. ഇത് ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെ നോക്ക്, നൗജവാൻ പക്ഷീനെ ജമീൻ പർ നിഗാഹേം ബഡി തേസ് ദി. അത് രണ്ടും ചേരുമ്പടി ചേരൂല അല്ലേ? സഹി മിലാൻ പറ്റൂല. ഊഞ്ചായി പർ ഉടനെ വാലി പക്ഷിക്ക് ഖൂബ് ഊഞ്ചായി പർ ഉടുത്താ ജാ രഹാദ. അപ്പോൾ ഇത് തമ്മിൽ ചേർച്ചയില്ലാത്തത് നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ഇതേപോലെ നൗജവാൻ പക്ഷീനെ ജമീൻ പർ ചൽത്തി ഹുയി ഏക് ബൽഗാഡി കോ ദേഖാ. ഊഞ്ചായി പർ ഉടനെ വാലി പക്ഷിക്ക് നിഗാഹേം ബഡി തേസ് ദീം. ഗാഡി വാല ചില്ലാക്കർ കഴുത്താ ഹേ. എന്താണ്? കി ദോ ദീമക്കേം ലോ ഏക് പങ്ക് ദോ. ഗാഡിവാല ഉറക്കെ ചില്ലാക്കർ. ഇവിടെ ചില്ലാക്കർ എന്നാണ്. ചില്ലാക്കർ कहता है. चिल्ला. गाड़ीवाला चिल्लाकर कहता है कि दो दीमकें लो एक पंग दो. അടുത്തത് നൗജവാൻ പക്ഷി. ഇതാണ് നമ്മൾ നിഗാഹേ ബഡി തേസ് ദി എന്ന് എഴുതി. नौजवान पक्षी खूब ऊंचाई पर उड़ता जा रहा था. अല്ലേ? खूब ऊंचाई पर उड़ता जा रहा था. നൗജവാൻ പക്ഷി വളരെ ഉയരത്തിൽ പറക്കുകയായിരുന്നു. അപ്പോൾ ഇത് 4 ചേരുമ്പടി നമ്മൾ ചേർത്ത് എഴുതി. അപ്പോൾ ഇത് ആൻസറാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം ഇങ്ങനെ ചേരുമ്പടി അല്ലാണ്ട് തന്നാൽ നിങ്ങൾ ചേരുമ്പടി ചേർത്ത് ഇതുപോലെ എഴുതണം. ഇനി ഇതേപോലെ കള്ളി വരച്ചിട്ടില്ലെങ്കിലും നേർക്ക് നേരെ ഓരോ വരി ഇട്ടിട്ട് എഴുതണം. ചില ആൾക്ക് ഒരു ശീലമുണ്ട്, ഇതിങ്ങനെ വര വരക്കും. നമുക്ക് വര വേണ്ട കേട്ടോ. വരയല്ല നമുക്ക് വരക്കേണ്ടത്. നമ്മൾ ചില ആളിങ്ങനെ ഇടത്തേക്ക് നൗജവാൻ പക്ഷീനെ ജമീൻ പർ ചൽത്തി ഹുയി ഏക്ക് ബൈൽഗാഡി കോ ദേക്ക. ഇടത്തേക്ക് വരയെല്ലാം വരക്കും. നമുക്കങ്ങനെ വേണ്ട. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് അതിൻ്റെ ടൂള് കാണുന്നില്ല. ഡ്രോയിങ് ടൂളിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും.
ശരി. അടുത്തത് കോഷ്ടക് സെ ഉചിത് ശബ്ദ സഹി സ്ഥാൻ പർ രഖ്കർ പിരമിഡ് കി. പിരമിഡ് ആയിരിക്കുമല്ലോ പരീക്ഷയ്ക്ക് ചിലപ്പോൾ പിരാമിഡ്, ചിലപ്പോൾ വാക്യ പിരാമിഡ് എന്നൊക്കെ കാണും. വാക്യ പിരാമിഡ് കി പൂർത്തി കരേ. അപ്പോൾ ഊഞ്ചായി പർ നീലെ ഈ രണ്ട് വാക്ക് ഉപയോഗിക്കണം. അപ്പോൾ പക്ഷി ഉടുത്താതാ, പക്ഷി ആസമാൻമേ ഉടുത്താതാ. ഇനി ആൻസറായിട്ട് എഴുതുമ്പോൾ നിങ്ങൾ അവസാനത്തെ രണ്ടെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പക്ഷി ആസമാൻമേ ഉടുത്താതെ രണ്ടാമത്തെ വരി മൂന്നാമത്തെ വരിയിൽ നിർബന്ധമായിട്ടുണ്ടാവണം. രണ്ടാമത്തെ വരിയിലെ മുഴുവൻ വാക്കും മൂന്നാമത്തെ വരിയിൽ ഉണ്ടാവണം. എന്നിട്ട് ഈ ചേർക്കേണ്ട വാക്കിൽ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഊഞ്ചായി പറഞ്ഞുകൊണ്ട് നീലെ. അപ്പോൾ നമുക്ക് ഈ നീലെ എന്നുള്ള വാക്ക് കോപ്പി ചെയ്തിട്ട് ആസ്മാൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ ചേർത്ത് നോക്കാം. നോക്ക്, പക്ഷി നീലെ ആസമാൻമേ ഉടുത്താതാ, നീലാകാശത്തിൽ പറക്കുകയായിരുന്നു. ഇപ്പോൾ ആ വാക്ക് ശരിയായി അല്ലേ. ഇനി നാലാമത്തെ വരി, അതായത് നമ്മൾ ഉത്തരം രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്നത് നമുക്കിത് മുഴുവൻ വേണം. ഈ മൂന്നാമത്തെ ഉത്തരം മുഴുവൻ നാലാമത്തേലും വേണം. അതുകൂടാണ്ട് ഈ ഊഞ്ചായി പർ എന്നുള്ളതും കൂടി ചേർക്കണം. പക്ഷി നീലെ ആസമാൻമേ ഉടുത്താതാ അല്ലേ. ഊഞ്ചായി പർ ഉടുത്താതാ എന്നായാലോ. പക്ഷി നീലെ ആസ്മാൻമേ ഊഞ്ചായി പർ ഉടുത്താതാ അല്ലേ. അല്ലെങ്കിൽ ഊഞ്ചായി പർ പക്ഷി നീലെ ആസമാൻമേ ഉടുത്താതാന്ന് പറയില്ല. പക്ഷി നീലെ ആസമാൻമേ ഊഞ്ചായി പർ ഉടുത്താതാ. അപ്പം എന്തായി, നമ്മൾ ചോദ്യത്തിൽ പക്ഷി ഉടുത്താതാ, പക്ഷി ആസമാൻമേ ഉടുത്താതാ, പക്ഷി നീലെ ആസമാൻമേ ഉടുത്താതാ, പക്ഷി നീലെ ആസമാൻമേ ഊഞ്ചായി പർ ഉടുത്താതാ. അപ്പം നമുക്ക് ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതിനാണ് 2 മാർക്ക് കിട്ടുക. അടുത്തത് नौजवान पक्षी के पास दीमकों के टेर हो गए कैसे. सभी पंख नष्ट होने के बाद एक दिन उस पक्षी के जी में न मालूम क्या आया. वह खूब मेहनत से ज़मीन में से दीमकों को चुन चुन कर खाने के बजाय उन्हें इकट्ठा करने लगा. अब उसके पास दीमकों के टेर हो गए. അപ്പോൾ ഈ ചെതലുകളെ തിന്നുന്ന സ്വഭാവം, ഓരോ തൂവൽ പറിച്ചു കൊടുത്ത് ചെതലുകളെ തിന്ന് അതിൻ്റെ സഭീ പങ്ക് നഷ്ട ഹോകയെ. അപ്പോൾ ഒരു ദിവസം പക്ഷിക്ക് എന്താ തോന്നിയെന്നറിയില്ല, അവൻ ഖൂബ് മേഹനത്ത് സേ നന്നായി അധ്വാനിച്ച് ജമീൻ മേസെ ദീമക്കോങ്കോ ചുൻ ചുൻകർ ഖാനേക്കെ ബജായി തിന്നുന്നതിന് പകരം ഉനേം ഇക്കട്ടാ കർണേലക അവയെ ശേഖരിച്ചു വെച്ചു. അബു ഉസ്കെ പാസ് ദീമക്കോങ്കെ ടെയർ ഹോഗയെ. അപ്പോൾ ഒരുപാട് കൂമ്പാരമായിട്ട് ചെതലുകളെ ശേഖരിച്ചു വെച്ചു. എന്തിനായിരിക്കും എന്നുള്ളത് പാഠത്തിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് ആജ് കി ഭക്ഷ്യ സംസ്കൃതി വിഷയ പർ എക് ലഘു ലേഖ ലിഖിയെ. ഇന്നത്തെ ഭക്ഷ്യ സംസ്കൃതി, നമ്മൾ ആധുനിക കാലത്തെ ഭക്ഷണ രീതിയെക്കുറിച്ച്, അതാണ് സംസ്കൃതി എന്ന് പറഞ്ഞാൽ സംസ്കാരം, രീതി, ഒരു ലഘുലേഖ എഴുതുക. അപ്പോൾ ആ ലഘുലേഖനത്തിന് ആജ് കി ഭക്ഷ്യ സംസ്കൃതി എന്ന് ഹെഡിങ് കൊടുക്കണം. വർത്തമാൻ ദൗർ में എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് संसार में सब कुछ बदल रहा है. हमारे खान पान में भी इसका असर पड़ रहा है. पहले हम अपने आसपास से मिलने वाले साग सब्जी, फलमूल, धान, दाल, मछली आदि खाया करते थे. बदलते जीवन परिवेश में खेती करने से हम विमुख हो रहे हैं. बड़ी बड़ी कंपनियां विज्ञापन के जरिए हमारे मन और मस्तिष्क को बदला रही है. हम अपने स्वाभाविक भोजन को छोड़कर बनावटी चीज़ों के पीछे भाग रहे हैं. शुरू में वे हमारे लिए रोचक और रसीली लगती है, लेकिन अंत में उसका परिणाम बड़ा भयानक बनता है. शारीरिक, मानसिक एवं आर्थिक रूप से हम परास्त होते हैं. यहाँ का नौजवान पक्षी बहुराष्ट्रीय कंपनियों के चंगुल में फंसने वाले वर्तमान समाज का प्रतीक है. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭക്ഷണ രീതി മാറിയിരിക്കുന്നു. പരസ്യം കണ്ടിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോയിരിക്കുന്നു. ഇനി പക്ഷി अपने पंख देकर दीमक लेता है. यहाँ പക്ഷി का कौन सा मनोभाव प्रकट होता है. സ്വന്തം തൂവൽ പറിച്ചു കൊടുത്തിട്ട് ചതലിനെ വാങ്ങുന്ന പക്ഷിയുടെ മനോഭാവം എന്താണ്? അലസത മനോഭാവ് അല്ലേ. അടുത്തത് നൗജവാൻ പക്ഷി ദീമക്കോങ്കോ ബട്ടോർക്കർ ഗാഡി വാലയ്ക്ക് പാസ്സായ. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചെതലുകളെ കൂട്ടിയിട്ട് ഒരു കൂമ്പാരമാക്കി വെച്ചു അല്ലേ. എന്തിനാണ് നോക്കാം. ഗാഡി വാലയ്ക്ക് പാസ്സായ ഇൻ ദോനോങ്കെ ബീച്ച് ഹോനെ വാലെ വാർത്താലാബ് ലിഖേ. അപ്പോൾ ഈ കഥയുടെ അവസാനം
നൗജവാൻ പക്ഷി തൻ്റെ ചിറകുകളൊക്കെ നഷ്ടപ്പെട്ട് ആ ചിറകുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെതലുകളെ ശേഖരിച്ച് ഗാഡിവാലക്ക് ബൈൽഗാഡിവാലക്ക് കൊടുക്കാൻ പോകുന്നു. ആ വാർത്താലാപമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വാർത്താലാപിൽ നമ്മൾ സംസാരിക്കുന്നവരെ പേര് ഇതുപോലെ എഴുതും. അവർ സംസാരം ഈ ഭാഗത്ത് ഇതേപോലെ എഴുതും. ഗാഡിവാല ദീമക്കേം ലേലോ नौजवान पक्षी गाड़ी वाले ओ गाड़ी वाले रुको रुको मैं कब से तुम्हारा इंतज़ार कर रहा था। गाड़ी वाला क्यों, क्या बात है। नौजवान पक्षी देखो मैंने कितनी सारी दीमकें जमा कर ली है। गाड़ी वाला तो मैं क्या करूं। नौजवान पक्षी ये मेरी दीमकें ले लो और मेरे पंख मुझे वापस कर दो। गाड़ी वाला अरे बेवकूफ़ मैं दीमक के बदले पंख लेता हूँ, पंख के बदले दीमक नहीं। അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള സംഭാഷണം. അടുത്തത് നൗജവാൻ പക്ഷി ദീമക്കോങ്കോ ബട്ടോർക്കർ ഗാഡിവാലയ്ക്ക് പാസായ. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെ. ഇൻ ദോനോങ്കെ ബീച്ച് ഹോനെ വാലെ വാർത്താലാപ് കോ പട്കഥാ കെ രൂപ മേ ലിഖിയെ. ഇങ്ങനെ ചെതലുകളെ ശേഖരിച്ച് ഗാഡിവാലക്ക് കൊടുക്കാൻ നോക്കുന്ന ആ ഒരു സന്ദർഭം പ്രസംഗ് ഇതിനെ അടിസ്ഥാനമാക്കി ഒരു പട്കഥ എഴുതണം. തിരക്കഥ പട്കഥാക്ക ഏക്ക് ദൃശ്യ ലിഖോ. അപ്പോൾ പട്കഥ എന്ന ഹെഡിങ് കൊടുത്തു. ദൃശ്യ ഏക്ക് സ്ഥാന് സടക്ക് കെ കിനാരെ സമയ് दोपहर 2 बजे പാത്ര കഥാപാത്രങ്ങൾ 1 നൗജവാൻ പക്ഷി 2 ഗാഡിവാല. दृश्य का विवरण दीमकों के लिए गाड़ी वाले को पंख तोड़ तोड़ कर देने के कारण नौजवान पक्षी के पंखों की संख्या लगातार घटती चली गई। अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था, न बहुत समय तक पंख उसे सहारा दे सकते थे। धीरे धीरे उसकी उड़ने की शक्ति नष्ट हो गई। बीच बीच में गाड़ी वाला बुत्ता दे जाता, वह कहीं नज़र में न आता। पक्षी उसके इंतज़ार में खुलता रहता, लेकिन दीमकों का शौक उसमें था, इसलिए वह ज़मीन पर उतरकर दीमकें चुन चुन कर खाने के बजाय उन्हें इकट्ठा करने लगा। एक दिन गाड़ी वाला वहाँ आ गया. ഇത് ദൃശ്യക വിവരം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പട്കഥേൻ്റെ ആദ്യ ഭാഗത്ത് എഴുതണം. പട്കഥ, ദൃശ്യേക്ക്, സ്ഥാന്, സമയ്, പാത്ര, ദൃശ്യക വിവരം. ഇനി നമ്മൾ നേരത്തെ എഴുതിയ വാർത്താലാപ് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഗാഡിവാല ദീമക്കേം ലേ. അപ്പോൾ അതിൻ്റെ ഹെഡിങ് നോക്ക്, സംവാദ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സംവാദ് എന്ന് പറഞ്ഞാൽ വാർത്താലാപ് തന്നെയാണ്. ഗാഡിവാല ദീമക്കേം ലേലോ നൗജവാൻ പക്ഷി ഗാഡിവാലെ ഓ ഗാഡിവാലെ रुको रुको मैं कब से तुम्हारा इंतज़ार कर रहा था। गाड़ीवाला क्यों, क्या बात है। नौजवान पक्षी देखो मैंने कितनी सारी दीमकें जमा कर ली है। गाड़ीवाला तो मैं क्या करूं। नौजवान पक्षी ये मेरी दीमकें ले लो और मेरे पंख मुझे वापस कर दो। गाड़ीवाला अरे बेवकूफ़ मैं दीमक के बदले पंख लेता हूँ, पंख के बदले दीमक नहीं. ഇപ്പോൾ ഇവിടെ കൂടുതലായി വാർത്താലാപിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത് ഒരു വിവരണം പോലെ, ഒരു ചെറിയൊരു കുറിപ്പ് പോലെ. നൗജവാൻ പക്ഷി ബഹുത്ത് നിരാശ ഹോ ജാത്താ ഹെ, ഏക് ദിൻ ഏക് കാലി ബില്ലി ആക്കർ ഉസേ പകഡ്കർ ഖാ ജാത്തി ഹെ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഏകദേശം നമ്മൾ 10 ചോദ്യങ്ങൾ അല്ലേ, 11 ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുക്കാനൊക്കെ സൗകര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ PDF അയച്ചു തരാം. ഇത് എഴുതിയിട്ട് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അടുത്ത ഒരു 6-7 വർക്ക് ഷീറ്റുകൾ, ചോദ്യങ്ങൾ, യൂണിറ്റ് ടെസ്റ്റ് മാതിരി ഉണ്ട്. അത് നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് പഠിക്കാം.